അക്വേറിയങ്ങളിൽ ഞാൻ മണി പ്ലാന്റ് വളരെ വിജയകരമായിട്ട് 2-3 എണ്ണത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ ഈ അക്വേറിയത്തിൽ വെള്ളമില്ലാതെ മണലും മണി പ്ലാന്റും മാത്രമായിട്ട് എന്നൊരു ചോദ്യം വരാം. വേറൊന്നുമല്ല, ഇതിൽ കുറച്ച് ഗപ്പികളുണ്ടായിരുന്നു. ഒരു ദിവസം നോക്കിയപ്പോൾ എല്ലാം അങ്ങ് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ കീടബാധ എന്തെങ്കിലും കാണും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അക്വേറിയം എടുത്ത്, ചെറിയ അക്വേറിയമാണല്ലോ, ഫുൾ കഴുകി വൃത്തിയാക്കി, ഫിൽറ്ററൊക്കെ കഴുകി വൃത്തിയാക്കി, എന്നിട്ട് ഒരു 4 ദിവസം വെയിലത്ത് വെച്ചു. അതിന് ഇനി വല്ല ബാക്കിയുണ്ടെങ്കിൽ എല്ലാം പോകട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ തന്നെ ഇവിടെ ഇടാൻ മത്സ്യങ്ങളില്ല. വേറൊരു ഫിഷ് ടാങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ 23 ഇഞ്ച് ചെടിച്ചട്ടിയിൽ വെള്ളം നിറച്ചിട്ട് അതിൽ കുറേ മണി പ്ലാന്റ് ഉണ്ട്. 3 മണി പ്ലാന്റ് ചെടികളുണ്ട്, വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നതാണ്. അതിൽ കുറച്ച് ഗപ്പികളുണ്ട്, ഒരു 6-7 എണ്ണം ഉണ്ട്. അതിൽ ചിലപ്പോൾ ചിലത് ബ്രീഡ് ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ ഗപ്പിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടുന്ന് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഗപ്പികളുടെ കൂടെ ഗപ്പിക്കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഗപ്പികൾക്ക് പാരൻ്റൽ ഹാബിറ്റൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പതിവില്ല. അപ്പോൾ വലിയ ഗപ്പികൾ മത്സ്യക്കുഞ്ഞുങ്ങളെ, ഗപ്പിക്കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും അകത്താക്കാൻ സാധ്യതയുണ്ട്. അപ്പം അഥവാ നമ്മുടെ കണ്ണിൽപ്പെട്ടാൽ ഗപ്പിക്കുഞ്ഞുങ്ങളെ ഇതിലേക്ക് മാറ്റാം. നമ്മുടെ കണ്ണിൽ പെടുന്നതിന് മുമ്പ് തന്നെ എല്ലാം അകത്താക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഈ അക്വേറിയം. ഒരു നല്ല സ്റ്റെറിലൈസേഷന് വേണ്ടി കുറേ വെയിലത്ത് വെച്ച് നല്ലോണം പൂഴിയൊക്കെ തിരിച്ച് മറിച്ചിട്ട് ഉണക്കി ഒക്കെ ക്ലീനാക്കി, പിന്നെ അതിൽ മണി പ്ലാന്റ് നട്ടു. മണി പ്ലാന്റിന് ദിവസം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. അധികം വെള്ളം ഒഴിച്ചാൽ കെട്ടിക്കുന്ന നേരത്തിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊതു വളരാൻ തുടങ്ങും. മീനില്ലാതെ അക്വേറിയം വെച്ചാലുള്ള കുഴപ്പം, അതിൽ കൊതു വളരും, കൊതുവിൻ്റെ കൂത്താടി വളരും. അപ്പോൾ അത് നിവൃത്തിയില്ല. അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം.